നമസ്കാരം. വെസ്റ്റ് ബംഗാളിൽ നടന്നത് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. അവിടെ ആർ ജി കെയർ ആശുപത്രിയിൽ PG വിദ്യാർത്ഥി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവം നടന്നതിന് ശേഷം ശക്തമായ പ്രതിഷേധമാണ് അവിടെയുള്ള സർക്കാരിന് നേരെയും അവിടെയുള്ള സംവിധാനങ്ങൾക്ക് നേരെയും ഉണ്ടായിരിക്കുന്നത്. ഡോക്ടർമാർ രാജ്യവ്യാപകമായിട്ട് സമരം നടത്തി. സംസ്ഥാനത്തെ ഡോക്ടർമാർ ചർച്ചകൾക്ക് പോലും തയ്യാറാകാതെ വിമുഖത കാണിച്ച് മുഖ്യമന്ത്രിയോട് പ്രതിഷേധ പ്രകടനവുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഒരു ചർച്ചാ യോഗത്തിൽ അവർ പങ്കെടുക്കാൻ കൂട്ടാക്കിയില്ല എന്നും ഉൾപ്പെടെ അവരുടെ സമരം ഇങ്ങനെ അനിശ്ചിതമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു ഒത്തുതീർപ്പിലേക്ക് എത്തിക്കുവാനായിട്ട് ശ്രമിച്ചിട്ട് നടക്കുന്നില്ല. ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയമുണ്ടെന്ന് ചിന്തിക്കുന്നതിൽ ഒരിക്കലും തെറ്റില്ല. കാരണം ദീർഘവർഷങ്ങളായിട്ട് അവിടെ മുഖ്യമന്ത്രിയായിരിക്കുന്ന മമതയെ താഴെ ഇറക്കണമെന്നുള്ളത് എതിരായിട്ട് നിൽക്കുന്ന എതിർ പാർട്ടികളിലുള്ളവരുടെ ആവശ്യം കൂടെയാണ്. അതിന് അവരുടെ മേലെ ഒരു കളങ്കം ആരോപിക്കുക, അവരെ പുറത്താക്കുക എന്നുള്ളത് ഒരു വലിയ അജണ്ടയാണ്. അതിനിടെയാണ് മമത ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ചത്. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, ജനങ്ങളെ സേവിക്കണമെങ്കിൽ മുഖ്യമന്ത്രി കസേര ഉണ്ടായേ കഴിയൂ എന്നൊന്നും നിർബന്ധമല്ല എന്നൊക്കെ പറയുന്നത് അവിടുത്തെ വഴിമുട്ടിയ ചർച്ചയുടെയും അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങളുടെയും വെളിച്ചത്തിലായിരിക്കും അവർ അങ്ങനെ ഒരു പ്രസ്താവന പറഞ്ഞതെന്ന് നമുക്ക് ന്യായമായിട്ട് ചിന്തിക്കാം. ഏതായാലും പ്രശ്നങ്ങളുണ്ടാകാം, പക്ഷേ ആ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കുക എന്നുള്ളതാണ് ആവശ്യം. അതിന് ചർച്ചകളിലൂടെ തിരിയാത്ത ആശയങ്ങളൊന്നുമില്ല. ചർച്ചകൾക്ക് ഇരുകൂട്ടരും തയ്യാറാകുകയും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുകയും ചെയ്യുമ്പോഴാണ് ആ ചർച്ച പുരോഗമിക്കുക, എത്രയും വേഗം പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുകയും ചെയ്യുന്നത്. അതിന് ഇരു കൂട്ടരും ഒരുപോലെ തയ്യാറായാൽ തീർച്ചയായിട്ടും വളരെ സുഗമമായിട്ട് ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് സംശയമൊന്നുമില്ല. താന് പല കാര്യങ്ങളും സംസാരിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ തന്നോട് സംസാരിക്കാത്ത ഒരു ദീദി അല്ലെങ്കിൽ ഒരു സഹോദരി എന്നുള്ള നിലയിൽ തന്നോട് ഇടപെടണമെന്ന് വരെ അവർ പറഞ്ഞ് തൻ്റെ ജനകീയ മുഖവും അല്ലെങ്കിൽ താൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഭരണ പക്ഷത്തെ രാഷ്ട്രീയത്തിൻ്റെ മുഖവും സംരക്ഷിക്കുവാനായിട്ട് ആ പ്രതിച്ഛായ നിലനിർത്തുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് ഇപ്പോൾ കാണാനായിട്ട് കഴിയുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രി പറയുന്നത് കഴിഞ്ഞ 3 തവണയായിട്ട് ചർച്ചയ്ക്ക് വേണ്ടി താൻ ഡോക്ടർമാരെ കാത്തിരുന്നു എന്നും എന്നാൽ നിങ്ങൾ വന്നില്ല എന്നും വളരെ വികാരത്തോടെയാണ് അവർ പ്രതികരിച്ചത്. എന്നാൽ അതിൻ്റെ പേരിൽ തന്നെ ഒരു നടപടി എടുക്കുകയില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അതും ജനരോക്ഷ കണക്കെടുത്തുകൊണ്ട് തന്നെയായിരിക്കും അവർ അങ്ങനെ ഒരു തീരുമാനത്തിൽ നിൽക്കുന്നത്. ഏതായാലും ചർച്ചകൾക്ക് തയ്യാറാകണം, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം, അതിനു വേണ്ടുന്ന അടിയന്തരമായിട്ടുള്ള നടപടികൾ എടുക്കണം. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കട്ടെ, ഇനി അങ്ങനെയുള്ള ദുർമരണങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ആരോഗ്യ മേഖലയിൽ നിൽക്കുന്ന ഡോക്ടർമാരാകട്ടെ, നഴ്സുമാരാകട്ടെ, മറ്റ് ആരോഗ്യ പ്രവർത്തകരാകട്ടെ, അവരുടെ എല്ലാം ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന സംഭവങ്ങൾ ഉണ്ടാകാതെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുകയും അവരുടെ ജീവന ഹാനി ഉണ്ടാകുന്ന യാതൊരു കാര്യവും സംഭവിക്കാതിരിക്കുകയും ചെയ്യേണ്ടത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ശ്രദ്ധിക്കേണ്ടുന്നൊരു കാര്യമാണ്. അത്തരത്തിൽ വീഴ്ച വരുത്തുന്നവർക്കെതിരെ ശക്തമായ നടപടിയെടുക്കുക എന്നുള്ളതാണ് അനിവാര്യമായ ഘടകം. അത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. ഒരിക്കലും പ്രതികളെ സംരക്ഷിക്കുവാൻ സർക്കാർ തയ്യാറാകരുത്. അങ്ങനെ ഉണ്ടെന്ന് ജനങ്ങൾക്ക് തോന്നിയാൽ അവർ സർക്കാരിനെ താഴെയിടും. അതിന് യാതൊരു മാറ്റവുമില്ല. ഏതായാലും ഈ വിഷയത്തിൽ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. പിന്നെ തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയെ ഒട്ടും ചെറുതായിട്ട് കാണേണ്ടതുമില്ല. പിന്നെ ഈ പാർട്ടി തുടങ്ങി എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. അത് പോകട്ടെ, അതൊന്നുമല്ല നമ്മുടെ വിഷയം. പക്ഷേ അവരെ നമ്മൾ ചെറുതായിട്ട് കാണണ്ട. അവരുടെ അംഗങ്ങൾ, പാർലമെന്റ് അംഗങ്ങളൊക്കെ പാർലമെന്റിൽ കത്തിക്കയറുന്നതും ശക്തമായ പ്രഭാഷണങ്ങൾ നടത്തുന്നതൊക്കെ നമ്മൾ ഈ അടുത്ത കാലത്ത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അവർക്ക് ചെയ്യാൻ കഴിയുന്നതൊക്കെ അവർ ചെയ്യട്ടെ. അവരുടെ ഭരണകാലഘട്ടം പൂർത്തീകരിക്കാനായിട്ട് അവർക്ക് സാധിക്കട്ടെ. പ്രതിച്ഛായ വീണ്ടെടുക്കാനിടയാകട്ടെ. ഈ വിഷയങ്ങൾക്ക് എത്രയും വേഗം രമ്യമായ പരിഹാരം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കമൻസ് നിങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റായി രേഖപ്പെടുത്താം. നന്ദി, നമസ്കാരം.